നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന സ്ഥലം വികസിപ്പിച്ചല്ലോ. നെല്ല് ഉൽപാദനം വർദ്ധിപ്പിച്ചല്ലോ. എത്രയോ കാലമായിട്ട് ഈ തോതിൽ നെല്ലുൽപാദനം വർദ്ധിക്കുന്ന ഈ ഘട്ടത്തിലാണല്ലോ. നിങ്ങളൊക്കെ തന്നെ പലയിടത്തും തരിശുണ്ടായിരുന്ന സ്ഥലം അത് തരിശ് രഹിതമാക്കി കൃഷി ചെയ്യുന്ന നില സ്വീകരിച്ചല്ലോ. കാർഷിക രംഗത്ത് വന്ന വലിയൊരു മാറ്റവും മുന്നേറ്റവുമല്ലേ ഇത്. ഒരു പുതിയ സംസ്കാരം, കാർഷിക സംസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെട്ടല്ലോ. അത് നേരത്തെയാണെങ്കിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ ആ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ നാടിന്റെ വികസനത്തിന് ഏറ്റവും പ്രധാനം എന്ന് നാം കാണണം. ഇപ്പോ ഉറവിട മാലിന്യ സംസ്കരണം ഫലപ്രദമായാണല്ലോ നടക്കുന്നത്. നല്ല രീതിയിൽ അതിൽ വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം പരിഹരിക്കാനാവാത്ത മാലിന്യ കൂമ്പാരമുള്ള സ്ഥലങ്ങളുണ്ട്, പ്രധാന പട്ടണ പ്രദേശങ്ങൾ. അവിടെ നമ്മൾ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് വേണ്ടി വരും. ആ നടപടിയും നമ്മൾ സ്വീകരിച്ചു വരികയാണ്. പക്ഷെ കേരളത്തെ മാലിന്യമുക്തമാക്കാനുള്ള നടപടി അതൊരു പൊതുബോധമായി, സംസ്കാരമായി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞല്ലോ. ഇപ്പൊ നാട്ടിൽ 1000 ദിവസം മുൻപും 1000 ദിവസം പിന്നിടുമ്പോഴും ഉള്ള മാറ്റങ്ങൾ ഏതൊക്കെ തരത്തിലെന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇപ്പോ വീടുകളുടെ കാര്യം, 5 ലക്ഷത്തോളം ആളുകൾക്ക് വീടില്ല. അവർക്ക് വീട് നിർമ്മിക്കാനും കഴിയില്ല. പാവപ്പെട്ടവരാണ്. അവരൊരു കൂര സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുകയാണ്. നേരത്തെ പലരും ആ സ്വപ്നത്തോടെ തന്നെ മണ്ണടിച്ചു. നമ്മൾ അവർക്ക് വീടൊരുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഒരു പദ്ധതി തയ്യാറാക്കി. പദ്ധതിയുടെ ആദ്യ വർഷം നേരത്തെ ഇത്തരം പദ്ധതികളുടെ ഭാഗമായി പണി ആരംഭിച്ച് പൂർത്തിയാക്കാൻ കഴിയാത്ത വീടുകൾ പൂർത്തീകരിക്കുക എന്നാണ് കണ്ടത്. അതിപ്പായി. പിന്നെയുള്ളത് സ്ഥലമുണ്ട്, വീടില്ല. അവരതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തോടെ അത് പൂർത്തിയാക്കാനാവും. അടുത്ത വർഷം സ്ഥലവുമില്ല, വീടുമില്ല. അവരുടെ വീട് നിർമ്മാണമാണ്. അവർക്ക് സ്ഥലവും എടുക്കണം, വീടും എടുക്കണം. അപ്പോൾ ഭവന സമുച്ചയമാണ് നിർമ്മിക്കുന്നത്. ഇപ്പൊ തന്നെ ഓരോ ജില്ലയിലും ഓരോ ഭവന സമുച്ചയമെങ്കിലും നിർമ്മിക്കുക എന്നുള്ളതാണ് പദ്ധതി. ബാക്കി ആവശ്യാനുസരണം അടുത്ത വർഷം നിർമ്മിക്കും. അതോടെ നാം കണ്ട എല്ലാവർക്കും വീട് എന്നത് യാഥാർത്ഥ്യമാകും. 5 ലക്ഷത്തോളം ആളുകൾ, കുടുംബങ്ങൾ സ്വന്തം വീട്ടിനകത്ത് കിടന്നുറങ്ങുന്ന ഒരവസ്ഥ വന്നാൽ അവരിലുണ്ടാകുന്ന മാറ്റം അത് വളരെ വലുതായിരിക്കില്ലേ നമ്മുടെ സമൂഹത്തിന്? സമൂഹത്തിന് തന്നെ പുരോഗതിക്ക് അങ്ങേയറ്റം സഹായകരമായിരിക്കും അത്. വിവിധ മേഖലകളിൽ നാം നടത്തിയിട്ടുള്ള പ്രവർത്തനം ഇപ്പോ 1000 ദിവസം മുൻപ് നമ്മുടെ നാട്ടിലെ വ്യാവസായിക നില എന്തായിരുന്നു സ്ഥിതി? തൊഴിൽ ആഗ്രഹിക്കുന്നവര് എന്തായിരുന്നു നില? അങ്ങേയറ്റം നിരാശയല്ലേ? ഇവിടെ ഒരു രക്ഷയില്ല എന്നല്ലേ ചിന്തിക്കുന്നത്? ഒരു തൊഴിൽ സാധ്യത ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ യാതൊന്നും വരാൻ പോകുന്നില്ല.
അങ്ങേയറ്റം നെഗറ്റീവായ ചിന്തകളാണല്ലോ പ്രസരിച്ചുകൊണ്ടിരുന്നത്. ഒന്നും നടക്കില്ല, ഒരു പുതിയ കാര്യവും വരില്ല, ഒരു തൊഴിലവസരവും ഇവിടെ ഉണ്ടാവില്ല. അതേ നാട്, അതേ ജനങ്ങൾ 1000 ദിവസം കഴിയുമ്പോൾ എങ്ങനെ ചിന്തിക്കുന്നു? അതല്ലേ പ്രധാനം. ഇപ്പൊ നാം സ്വീകരിച്ച ചില നടപടികൾ ആലോചിച്ച് നോക്കി. കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാൻ ഫലപ്രദമായൊരു നിയമം കൊണ്ടുവന്നു. നാം കാണേണ്ടത് അതിൻ്റെ ഭാഗമായി 7 നിയമങ്ങൾ ഭേദഗതി ചെയ്യേണ്ടി വന്നു. 10-ലധികം ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. നമ്മുടെ കേരളത്തിൽ നിക്ഷേപത്തിന് തയ്യാറായി ഒരാൾ വന്നാൽ, ഒരു സ്ഥാപനം വന്നാൽ ശ്വാസം മുട്ടിപ്പോകുമായിരുന്നു 1000 ദിവസം മുൻപ്. വല്ലാത്തൊരു ദുരനുഭവം അവർക്കുണ്ടാകുമായിരുന്നു. എന്താ പ്രശ്നം? അവർ കുടുങ്ങിപ്പോകും. വിവിധ ഓഫീസുകളിൽ പോകണം, അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കണം. പണം മുതലിട്ട് വ്യവസായം ആരംഭിക്കാൻ വേണ്ടി വരുന്നവരാണ്. ഒരു രക്ഷയില്ലാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന മട്ടിലെത്തി ഇവിടുന്ന് ഓടിപ്പോകുന്നവർ എടുക്കും. എന്താ മാറ്റം വന്നത്? ഇപ്പോ നിയമപ്രകാരം ഒരു കാര്യം ഉറപ്പാക്കി. ഒരപേക്ഷയിന്മേൽ 30 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. 30 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ 31ാമത്തെ ദിവസം ആ അപേക്ഷകനെ അനുമതി ലഭിച്ചതായി കണക്കാക്കി അദ്ദേഹത്തിൻ്റെതായ നടപടികൾ തുറന്നു കൊണ്ടുപോകാം. കുറച്ച് പ്രയാസം ചിലർക്കുണ്ടാവും. കാരണം അനാവശ്യമായി ആളുകളെ ബുദ്ധിമുട്ടിച്ച് ശീലമുള്ളവർക്ക് ഇത് കുറച്ച് പ്രയാസം ഉണ്ടാക്കും. പക്ഷേ നാടും നാട്ടുകാരും ഇതിനെ വലിയ തോതിൽ സ്വാഗതം ചെയ്യുകയാണ്. വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. ഇപ്പൊ തന്നെ പ്രകടമാണ്. ഇപ്പൊ അന്താരാഷ്ട്ര ഭീമന്മാരെന്നൊക്കെ നമ്മൾ പറയാറില്ലേ ചിലരെ പറ്റി? വലിയ കമ്പനികൾ. ഇപ്പൊ നിസാൻ നമ്മുടെ കേരളത്തിൽ വന്നു. വിവിധ കമ്പനികൾ വരികയാണ്. എല്ലാവരെയും പേര് ഞാനിപ്പോ പറയുന്നില്ല. എന്നാൽ നിസാൻ ഒറ്റക്കല്ല, മറ്റൊട്ടേറെ കമ്പനികളുണ്ട്. അപ്പൊ ഒരു പുതിയ അന്തരീക്ഷം വന്നിരിക്കുന്നു. ഇവിടെ തൊഴിലവസരം വർദ്ധിപ്പിക്കാനാകും എന്ന നില വന്നിരിക്കുന്നു. 1000 ദിവസം മുൻപ് ഇതുണ്ടായിരുന്നോ? 1000 ദിവസം മുൻപ് ഇങ്ങനെയൊന്ന് പ്രതീക്ഷിക്കാനാകുമോ? 1000 ദിവസം മുൻപ് നിസാനെ പോലൊരു കമ്പനി നമ്മുടെ കേരളത്തിൽ വരുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? ഫുജിറ്റ്സിനെ പോലൊരു കമ്പനി കേരളത്തിൽ വരുമെന്ന് ഊഹിക്കാൻ പറ്റുമോ? ടോറസിനെ പോലൊരു കമ്പനി കേരളത്തിൽ വരാൻ പറ്റുമെന്ന് ഊഹിക്കാൻ പറ്റുമോ? മാറ്റമാണിത്. ആ മാറ്റം നമ്മളെല്ലാം കൂടി ഉണ്ടാക്കിയതാണ്. ഈ നാട് മാറ്റം ആഗ്രഹിക്കുന്നു. ഞങ്ങളതിൻ്റെ കൂടെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ കൂടെ നിൽക്കാനായിരുന്നു ഞങ്ങൾ അധികാരത്തിലേറിയത്. അത് ഞങ്ങൾ നടപ്പാക്കുന്നതിന് ശ്രമിച്ചിട്ടുണ്ട്. അതിന് ഫലമുണ്ടായിട്ടുണ്ട്. അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതല്ലേ സംഭവിക്കുന്നത്. ഇപ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ
എന്താ സ്റ്റാർട്ടപ്പുകളുടെ അവസ്ഥ? ഇന്ത്യ രാജ്യത്ത് സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ഏറ്റവും മികച്ച നില കേരള സംസ്ഥാനത്തിനാണ് എന്ന് ഇന്ത്യ രാജ്യം തന്നെ കണക്കാക്കിയിരിക്കുന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. വൻപിച്ച മാറ്റം. ഒരുപാട് ചെറുപ്പക്കാർ തൊഴിൽ അന്വേഷകരല്ല, സ്റ്റാർട്ടപ്പിന്റെ ഭാഗമായി തൊഴിൽ ദാതാക്കളായി മാറുന്നു. ഇതാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ചില പ്രവണതകൾ നമ്മുടെ നാടിന്റെ വികസന കാര്യത്തിൽ ചില പ്രവണതകൾ തിരുത്തേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ആ യോഗത്തിൽ ഇരിക്കുന്നുണ്ട്. ഒരാൾ സംസാരിക്കുകയാണ്. അയാളൊരു വലിയ പദ്ധതി ആരംഭിക്കാൻ പോകുന്നു. ഒരു പദ്ധതി ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന പദ്ധതിയാണ്, ഒരു കളിതമാശയല്ല. അങ്ങനൊരു പദ്ധതി ഇവിടെ തന്നെയാണ് കേട്ടോ, വേറെ എവിടെയല്ല, കോഴിക്കോട് തന്നെയാണ്. എല്ലാമായി ഏകദേശം എല്ലാ പെർമിഷനുമായി. അപ്പോൾ ഒരു കൂട്ടർ പോയി ഒരു കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ അതിനൊരു സ്റ്റേ വന്നു. അയാൾ പറയുന്നത് അത് വേറെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നാണ്. ഇങ്ങനെ ചില വഴിമുടക്കികളുണ്ട് പോലും. നിങ്ങളെ ഒരു കേസിലൂടെ തടസ്സപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കുക, എന്നിട്ട് നമുക്ക് കേസ് തീർത്തൂടെ എന്ന് പറഞ്ഞിട്ടൊരു ആലോചനാ സംഘം ചെല്ലുക, എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ആലോചനകൾ നടത്തുക. അത്തരക്കാര് ഇപ്പം ഇവിടെ ഉണ്ടാവില്ലെങ്കിലും നമ്മുടെ ഈ പരിസരത്ത് കാണും എവിടെയെങ്കിലും. അവരോടാണ് ഞാൻ പറയുന്നത്, ആ കളി മോശമാണ്. ഈ നാടാകെ വികസനം കൊതിച്ച് നടക്കുകയാണ്. തൊഴിലവസരങ്ങൾ വർദ്ധിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനൊടക്കിടാൻ നോക്കരുത്. അതിന്റെ ഭാഗമായിട്ട് സ്വകാര്യ ലാഭം ഉണ്ടാക്കി കളയാമെന്ന തരത്തിൽ നീങ്ങാൻ തയ്യാറാകരുത്. ഇതും നാം കണ്ടുപോകേണ്ട ഒരു പ്രവണതയാണ് എന്ന് മാത്രം. പക്ഷേ വലിയ മാറ്റം ഇത്തരം കാര്യങ്ങളിൽ വന്നിരിക്കുന്നു. നാട് പൊതുവിൽ ഇത്തരത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ നോക്കിയാൽ വിവിധ രംഗങ്ങളിലാണ് മാറ്റം വന്നിട്ടുള്ളത്. ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ചിലർക്ക് വലിയ പ്രയാസമുണ്ട്. നാടിങ്ങനെ മാറാൻ പാടില്ല. നമ്മൾ ഒരുമയോടെ നിൽക്കാൻ പാടില്ല. ജനങ്ങളുടെ ഐക്യം അതുണ്ടാകാൻ പാടില്ല. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിലെ ജനങ്ങളുടെ ആകെ ഒന്നിച്ചുള്ള ഒരുമയും ഐക്യവുമാണ് നാം ലക്ഷ്യമിട്ടത്. അതിന് ഫലവും ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ആ ഒരുമയും ഐക്യവും വളർത്തുന്നതിന് വേണ്ടിയായിരുന്നു. കാരണം ഗുണഭോക്താക്കൾ പൊതുവിൽ ജനങ്ങളാണ്. അവരെല്ലാം അതിൻ്റെ ഭാഗമാവണം. അപ്പോഴാണ് ഇതെങ്ങനെയെങ്കിലും തകർക്കണം, ഏതെങ്കിലും തരത്തിൽ കമ്പാർട്ട്മെന്റുകളാക്കി തിരിക്കണം. അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. പക്ഷേ നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം നവോത്ഥാന പാരമ്പര്യത്തിൽ ഊന്നി നാം വളർത്തിയെടുത്ത സംസ്കാരമാണ്. അതിൻ്റെ ഭാഗമായി തന്നെ
ഒരുമയും ഐക്യവും നിലനിന്നു പോകണം എന്നാണ് മഹാഭൂരിപക്ഷം പേരും ആഗ്രഹിക്കുന്നത്. മറ്റെല്ലാം തിരിച്ചറിയാനും അതിനെ അവജ്ഞയോടെ തള്ളിക്കളയാനും ജനങ്ങൾക്കാകും. ഇവിടെ നാം ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളുണ്ട്. ഈ 1000 ദിനത്തിനുള്ളിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളൊരു കാര്യം മാത്രമേ നാടിന് മുന്നിൽ അവതരിപ്പിക്കുന്നുള്ളൂ. അധികാരത്തിലേറിയാൽ എന്തു ചെയ്യുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രികയിലൂടെ ജനങ്ങളോട് പറഞ്ഞിരുന്നു. നമ്മുടെ രാജ്യം പ്രകടന പത്രിക എന്ന് പറയുന്നത് കേവലം ഒരു പ്രചരണത്തിനുള്ള സാധനം മാത്രമാണ്. അത് യാഥാർത്ഥ്യമാക്കാനുള്ളതല്ല എന്ന് കേന്ദ്ര ഭരണാധികാരികൾ തന്നെ പരസ്യമായി പറയുന്ന കാലമാണിത്. എന്താണ് LDF സ്വീകരിച്ച നിലപാട്? ആദ്യ വർഷം ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ, LDF സർക്കാർ നടപ്പാക്കിയ കാര്യങ്ങൾ എത്രത്തോളം എന്നത് കൃത്യമായി ജനസമക്ഷം അവതരിപ്പിച്ചു. പ്രോഗ്രസ് റിപ്പോർട്ട് രണ്ടാം വർഷവും അവതരിപ്പിച്ചു. കാരണം ഒന്നും മറച്ചു വെക്കാനില്ല. ഈ മൂന്നാം വർഷവും അവതരിപ്പിക്കും. ഈ 1000 ദിവസം കൊണ്ടല്ല അവതരിപ്പിക്കേണ്ടത്. മൂന്നാം വർഷം തികയുമ്പോഴാണ്. തെരഞ്ഞെടുപ്പാണെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അവതരിപ്പിക്കും. അത് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കാൻ കഴിയുന്നു എന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കുകയാണ്. ഇതൊരു ഭാഗം. ഇത് നടപ്പാക്കുമ്പോൾ തന്നെ, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ തന്നെ ഉയർന്നു വന്ന മറ്റു കാര്യങ്ങൾ, ആ മറ്റു കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനും നടപ്പാക്കാനുമാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. നമുക്ക് ഒട്ടേറെ ദുരന്തങ്ങൾ ഇതിനിടയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിൻ്റെ ഒന്നും വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നിപ്പ നിങ്ങളുടെ അനുഭവത്തിലുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആശങ്കയിൽ കഴിഞ്ഞ ഒരു ജനതയാണ് ഇവിടെയുള്ളത്, ഈ ജില്ലയിലുള്ളത്. ഓക്കി നാം എങ്ങനെ കൈകാര്യം ചെയ്തുവെന്ന് നാടാണ് വിലയിരുത്തേണ്ടത്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലുള്ളവര് കുറെ മാസങ്ങൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് ഓടി വരികയായിരുന്നു, മാലയിടാനും അനുമോദിക്കാനും. അവരെ ഷാളാണ്, ഷാൾ പുതപ്പിക്കാനും അനുമോദിക്കാനും. നമ്മുടെ തൊട്ടുകിടക്കുന്ന കന്യാകുമാരി പ്രദേശത്തുള്ളവർ ആ ഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യം ഞങ്ങളെ കേരളത്തോട് ചേർക്കുന്നതായിരുന്നു. പ്രളയം നാം എല്ലാം കൂടി തന്നെയാണ് അതിനെ നേരിട്ടത്. പക്ഷെ നമ്മെ ചതിച്ചു. നമുക്ക് നാടിനെ വീണ്ടെടുക്കേണ്ട ഘട്ടം, ഒരുപാട് നാശനഷ്ടം. ഐക്യരാഷ്ട്രസഭയുടെ പരിശോധനാ സമിതി 31,000 കോടി രൂപ വേണം എന്ന് കണ്ടെത്തിയ അത്രയും വലിയൊരാഘാതമേറ്റ നാട്. നമുക്ക് ആദ്യം സഹായഹസ്തം നീട്ടുന്നത് UAE ആയിരുന്നു. തട്ടിക്കളഞ്ഞില്ലേ? സ്വീകരിക്കില്ല എന്ന് പറഞ്ഞില്ലേ? നാം ഓർക്കേണ്ടത്, അത് സ്വീകരിച്ചിരുന്നുവെങ്കിൽ UAE-യുടെ മാത്രം ഒരു സഹായമായിരിക്കില്ല നമുക്ക് ലഭിക്കുന്നത്. പല രാജ്യങ്ങളുടെ സഹായമായിരിക്കും.
നമ്മൾ കാണേണ്ടത് ഈ UAE പോലൊക്കെയുള്ള ചില രാജ്യങ്ങളുടെ മനസ്സിൽ കേരളം എങ്ങനെയാണ് എന്നുള്ളതാണ്. അവരുടെ ഹൃദയത്തിലാണ് കേരളത്തിൻ്റെ സ്ഥാനം. ഇതാണ് നാം കാണേണ്ടത്. ലോ കേരള സഭ ഒരു വിഷയമാണ്. ഞാൻ കൂടുതൽ സമയമായി പോകുന്നതുകൊണ്ട് അതിലേക്കൊന്നും പോകാതിരിക്കുകയാണ്. ലോ കേരള സഭ അതിൻ്റെ റീജിയണൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ ദിവസം UAE പോയിരുന്നു. അവിടെ വ്യത്യസ്തരായ ഭരണാധികാരികളെ കണ്ടു. എല്ലാവരുടെയും ഹൃദയത്തിലാണ് നമ്മുടെ നാട്. ഇപ്പം എന്നോടുള്ള ഒരു പ്രത്യേക മമതിയോ ബന്ധമോ അല്ലല്ലോ, ഒരു നാടിൻ്റെ പ്രതിനിധിയായിട്ടാണല്ലോ ഞാൻ ചെല്ലുന്നത്. ഇപ്പോൾ ദുബായിലെ ഭരണാധികാരി, അദ്ദേഹത്തെ കാണൽ തന്നെ പ്രയാസമാണ്. ഒരു മുഖ്യമന്ത്രിക്ക് കാണലൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അദ്ദേഹം കാണാൻ സമയം തന്നു. അതും ഒരു വെള്ളിയാഴ്ച അവരാരെയും കാണില്ല. ഒരു വെള്ളിയാഴ്ചയാണ് ആ സമയം തരുന്നത്. കാരണം പിറ്റേ ദിവസം ഞാൻ ഇങ്ങോട്ട് പോരുകയാണ്. വെള്ളിയാഴ്ച സമയം തന്നു. എന്നെ വല്ലാതെ അമ്പരപ്പിച്ച, സ്പർശിച്ച ഒരു കാര്യം, സംസാരമെല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരികയാണ്. അപ്പൊ ആ ഭരണാധികാരി എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച കൈ അദ്ദേഹം വിടുന്നില്ല. കാറിനടുത്ത് എത്തുന്നത് വരെ അദ്ദേഹം ആ കൈ പിടിച്ചെടുത്ത് തരുന്നു. ഇത് ഞാൻ എന്ന ഒരു വ്യക്തിയോടുള്ള എന്തെങ്കിലും മമതയുടെ ഭാഗമായിട്ടല്ലല്ലോ, നമ്മുടെ നാടിനോടുള്ള മമതയാണത്. നമ്മുടെ നാടാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. ഇതുപോലെ മമത സൂക്ഷിക്കുന്ന ഒട്ടേറെ രാജ്യങ്ങൾ, കേരളത്തിന്റെ ദുരന്തം തങ്ങൾക്കേറ്റ ദുരന്തമാണ് എന്ന് കണക്കാക്കുന്ന ഒട്ടേറെ രാജ്യങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ മുട്ടാപ്പോക്ക് നയത്തിന്റെ ഭാഗമായിട്ടാണ് ആ സഹായം നമുക്ക് ലഭിക്കാതെ പോയത്. എന്ന് വെച്ച് നമ്മൾ കരഞ്ഞിരിക്കാനല്ല. നമ്മൾ കേരളത്തെ പുനർനിർമ്മിക്കാൻ തന്നെയാണ് നടപടികൾ സ്വീകരിച്ചു പോകുന്നത്. ഫലപ്രദമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. ഇതിനകം നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് ആവശ്യമായ രീതിയിലുള്ള പരിഹാര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഭാഗികമായി വീട് നഷ്ടപ്പെട്ടവരുണ്ട്, പൂർണ്ണമായി വീട് നഷ്ടപ്പെട്ടവരുണ്ട്. ഓരോ നില വെച്ചുള്ള നടപടികൾ എടുക്കുന്നുണ്ട്. പുനരധിവാസം അതിന്റെ ശരിയായ രീതിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയ വീടുകളെല്ലാം ഈ ഏപ്രിൽ മാസത്തോടെ പുനർനിർമ്മിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിന്റെ വികസനത്തെ തടയുന്ന ഒരു നില ഈ പ്രളയത്തിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിന്റെ പുനർനിർമ്മാണം, ഒരു നവകേരളം സൃഷ്ടിക്കൽ, ഇതാണ് നാം ലക്ഷ്യമിടുന്നത്. ഒരു ദുരന്തത്തിനും പ്രളയത്തിനും തകർക്കാനാവാത്ത പുതിയ കേരളം സൃഷ്ടിക്കാനാണ് നാം ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ എല്ലാവരും നമ്മളെ സഹായിക്കുന്നുണ്ട്. അവിടെയാണ് ലോക കേരള സഭയുടെ പ്രത്യേകത. നമ്മൾ മലയാളികൾ, കേരളം, ഈ കേരളത്തിന്റെ 4 അതിരുകൾക്കുള്ളിൽ മാത്രം നിൽക്കുന്നവരല്ല. ഇത് ലോകവ്യാപകമാണ്, ലോക കേരളമാണ്. അതുകൊണ്ടാണ് എല്ലാ മലയാളിയെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു ലോക കേരള സഭ. നമ്മുടെ MLA-മാരും MP-മാരും അതിലുണ്ട്. പിന്നെ ഓരോ രാജ്യത്തുമുള്ള മലയാളികളുടെ പ്രതിനിധികളും ഉൾക്കൊള്ളുന്ന ഒരു സഭ. അവർക്കൊട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട് കേരളത്തിന്റെ വികസന കാര്യത്തിൽ. അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് സംബന്ധിച്ച് നമ്മുടെ അഭിപ്രായങ്ങളുണ്ട്. പരസ്പരം ആശയവിനിമയം നടത്താൻ പറ്റും. പല വിദഗ്ധർ ലോകത്തിന്റെ പല മേഖലകളിലായിട്ടുണ്ട്. അവരെല്ലാം ഫലപ്രദമായി നമ്മെ ഇപ്പൊ സഹായിക്കുകയാണ്. ബന്ധപ്പെടാനുള്ള ചില ചാനലുകൾ നാം തുറന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് നാം നടത്തുന്നത്. 1000 ദിവസം മുൻപ് ഇങ്ങനൊരു കാര്യം നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നോ?
ഇന്ന് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നല്ലേ നമ്മുടെ നാടും ജനങ്ങളും കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. നിങ്ങളുടെ പിന്തുണ ഇനിയുള്ള ദിവസങ്ങളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിന് കൂടുതൽ കരുത്ത് ലഭിക്കുന്നതിനിടയാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതിന് നിങ്ങളേവരുടെയും സഹായവും സഹകരണവും പിന്തുണയും നാടിന്റെ ആകെ പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് മുഖ്യമന്ത്രി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് ഇതുവരെ കണ്ടത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.